പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമാത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിലുള്ളവരാകുന്നു. നിൽക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വിനയമായി പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകൻ, അടിയങ്ങളാൽ തോറും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പരിശുദ്ധ കർത്താവേ, വളരെ അനുഗ്രഹീതമായ നല്ല കൂട്ടായ്മയ്ക്കായി നദിയോട് സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ അടിയങ്ങൾക്ക് തിരുവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനും കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്ന ഭാഗ്യ അവസരത്തിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയുടെ ജീവിതത്തിലെ ആത്മീയ വളർച്ചയ്ക്കും ദൈവിക കൃപാവരങ്ങൾക്കും മുഖാന്തരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് അവിടുന്ന് വഴി നടത്തുന്ന മഹാദയയ്ക്കായി നന്ദിയോട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നാം നിൽക്കുമ്പോൾ 29ാമത്തെ പാട്ട്. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിഗാനികൾ 3-ാം ഭാഗം, ആരാധനക്രമം 5-ാം ഭാഗം. സ്തുതിഗാനികൾ 3-ാം ഭാഗം, ആരാധനക്രമം 5-ാം ഭാഗം. സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ.
ദൈവമേ, അങ്ങ് പരിശുദ്ധൻ ആകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധൻ ആകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധൻ ആകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധൻ ആകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധൻ ആകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധൻ ആകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടുന്നതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടേറ്റ് പറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. മുഴക്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമേത സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഒരു നിമിഷം നമ്മെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച വീഴ്ചകൾ, താഴ്ചകൾ, ദൈവത്തിൽ നിന്നുള്ളതായ അകൽച്ച, ഇതിലൂടെ നമ്മുടെ ജീവിതത്തിന് സംഭവിച്ച പരാജയങ്ങൾ, ഇവയെല്ലാം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മുടെ കുറവുകൾ ഏറ്റുപറയാം. പാപസ്വീകാര പ്രാർത്ഥനയായി ആരാധനക്രമം 11-ാം പുറത്തിൽ കാണപ്പെടുന്ന 51-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പാപസ്വീകാര പ്രാർത്ഥനയായി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായി, വിധിക്കുമ്പോൾ അങ്ങ് നിർമ്മലനായി ഇരിക്കേണ്ടത് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിലൊരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങിച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടുന്നതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടുന്നതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ചസ്തികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊടുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഏതിന് മാത്രമല്ല,
സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശുമേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്ര പ്രാർത്ഥനയായി ആരാധനക്രമം 14-ാം പുറത്തിൽ കാണപ്പെടുന്ന പൊതുവായ സ്തോത്രം നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനുമേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാ വഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടുന്നതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടുന്നതിനും അങ്ങനെ ഞങ്ങളുടെ അധ്വയങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടുന്നതിനും അവിടുത്തെ സകലകരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 128-ാമത്തെ പാട്ട് നമുക്ക് പാടാം.
സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നമുക്ക് ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ഇപ്പോൾ ഇന്നത്തേക്കുള്ള വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വായിക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് 33-ാം അധ്യായം 7 മുതൽ 14 വരെ. പുറപ്പാട് 33-ാം അധ്യായം 7 മുതൽ 14 വരെ. മോശെ കൂടാരമെടുത്ത് പാളയത്തിൽ പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അയച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശെ കൂടാരത്തിനകത്ത് കടക്കുവോളം അവയെ നോക്കിക്കൊണ്ടിരുന്നു. മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ വച്ച് നമസ്കരിച്ചു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ലേഖന പാഠഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായം 11 മുതൽ 19 വരെ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായം 11 മുതൽ 19 വരെ. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം കൊണ്ട് സലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ
പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവൻ നിങ്ങൾ എല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. സുവിശേഷ വേദഭാഗം ശ്രദ്ധിപ്പിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന് ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർച്ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യന്മാരെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്താൽ നമ്മെ ഒരു സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ 456-ാമത്തെ പാഠം.
വചനം ജഡമായി മനുഷ്യാവതാരമെടുത്ത് അടികളോടുകൂടെ ജീവിച്ചു വാഴുന്ന സർവശക്തനായ ദൈവമേ, വളരെ അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൽ ദൈവസാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന ദൈവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ആയുസ്സും ആരോഗ്യവും തന്ന് അവിടുന്ന് നിങ്ങളെ ശക്തീകരിച്ച മഹാദേക്കായി സ്തോത്രം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വളരെ അനുഗ്രഹീതമായ ഈ പ്രഭാത ആരാധനയിൽ ദൈവാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. നമ്മുടെ ആയുസ്സിൽ ഒരു ആരാധന കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെല്ലാവരെയും ഒരുക്കി. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ: ഒന്ന്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നു. രണ്ട്, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ രണ്ട് വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ സമയത്തിൻ്റെയും അവസരങ്ങളുടെയും പ്രാധാന്യത്തെ ഊന്നിക്കൊണ്ട് പ്രസ്താവിക്കുന്ന പദപ്രയോഗങ്ങളാണ്. ഒന്ന്, ഇത് ദുഷ്കാലമാണ് എന്ന് നാം തിരിച്ചറിയണം. രണ്ട്, ഇത് സുപ്രസാദകാലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു സുപ്രസാദ കാലഘട്ടം അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന ഈ കാലഘട്ടം നാം വളരെ വ്യക്തമായി ദീർഘവീക്ഷണത്തോടെ സമയം പ്രയോജനപ്പെടുത്തേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് ഈ വിശുദ്ധ ദിവസം ദൈവസാന്നിധ്യം എന്ന വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ രണ്ട് പ്രത്യേക ഇടങ്ങളാണ് കണ്ടെത്തിയിരുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമ വേദപുസ്തകം വായിക്കുമ്പോൾ സിനഗോഗ് എന്ന ഒരു പദപ്രയോഗം അത് ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ കാണും. അതിനെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത് യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു. ഒന്ന് സിനഗോഗ് എന്ന അർത്ഥത്തിലും മറ്റൊന്ന് ടെമ്പിൾ, ദൈവാലയം, യെരൂശലേം ദൈവാലയം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുകയാണ്. സിനഗോഗ് എന്ന് പറയുന്നത് പ്രാദേശിക കൂട്ടായ്മ സ്ഥലമാണ്. നമുക്കങ്ങനെയുള്ള പ്രാദേശിക കൂട്ടായ്മ സ്ഥലം ദക്ഷിണേന്ത്യ സഭയിലും ദക്ഷിണ കേരള മഹായിടവകയുടെ വിവിധ സ്ഥലങ്ങളിലുമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ പോയാൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അത് ഒരു പ്രാദേശിക പ്രാർത്ഥനയ്ക്കുള്ള കൂടി വരാനുള്ള ഒരു സ്ഥലമാണ്. അതൊരു ദൈവാലയമല്ല, മറിച്ച് ഒരു പ്രാർത്ഥന ഇടമാണ്. അതുപോലെ തന്നെ CSI വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ ആ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ ചുറ്റുമായി നിൽക്കുന്ന ഒരു ക്യാമ്പസ് നമുക്ക് ഒരു ചാപ്പൽ കാണാനായി സാധിക്കും. അതും പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടാനുള്ള ഒരു കൂട്ടായ്മ ഇടമാണ്. അതുപോലെ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രാദേശിക തലത്തിലുള്ള ആരാധന കേന്ദ്രത്തിന് പറയുന്ന പേരാണ് സിനഗോഗ്. ആ സിനഗോഗിനെ മലയാള പരിഭാഷയിലേക്ക് വന്നപ്പോൾ സിനഗോഗ് എന്ന് കാണുന്നില്ല, പള്ളി എന്ന് തന്നെയാണ് കാണുന്നത്. ആ അർത്ഥത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ യെരൂശലേം ദൈവാലയത്തിലും സിനഗോഗുകളിലും ജനം ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് കാണുകയാണ്. യേശു ക്രിസ്തു ഒരു യഹൂദനായതുകൊണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് തന്നെ യേശു പള്ളിയിൽ സ്ഥിരമായി കടന്നു പോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഓഹരിക്കാരനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ ആരാധിക്കാൻ ലഭ്യമാകുന്ന അവസരങ്ങൾ നാം തക്കത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. കാരണം നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ നാളെ ലഭിക്കണം എന്നില്ല. നമ്മെ വിട്ട് മാറിപ്പോകുന്നതായ മണിക്കൂറുകളും ദിവസങ്ങളും നമുക്ക് ഇനി തിരിഞ്ഞു നോക്കാനായി സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ലോകത്തിൽ പ്രശസ്തി ആർജിച്ച പല വ്യക്തിത്വങ്ങളും ഈ ലോകത്തോട് വിടച്ചു. എന്നെ പഠിപ്പിച്ച
ഒരു അധ്യാപകൻ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ അധ്യാപകനായിരുന്ന എൻ്റെ കെമിസ്ട്രി അധ്യാപകൻ അദ്ദേഹം വിദേശത്ത് വെച്ച് മരണപ്പെട്ടു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ലോകം വല്ലാത്ത ഒരു ദുരന്ത യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം സിനിമാ രംഗത്തിൽ സച്ചിദാനന്ദൻ എന്ന ഡയറക്ടർ ഈ ലോകത്തോട് വിട ചൊല്ലി. നാം ഹിന്ദി ചലച്ചിത്ര മേളയിലേക്ക് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക്, ഹോളിവുഡിലേക്ക് പോയാൽ അവിടെ ലോക പ്രശസ്തി ആർജിച്ച ഒരു യുവ നടൻ ഈ ലോകത്തോട് വിട ചൊല്ലി. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അനേക പ്രതിസന്ധിയുടെയും ഭാരത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വിറങ്ങലിച്ച ഹൃദയത്തോടെ ഞാനും നിങ്ങളും തിരുവാലയത്തിൽ സമാധാനത്തിനായി വരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന വിശുദ്ധ ദൈവാലയത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ 4 തുച്ഛകാര്യങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതിഫലനങ്ങളായി സംഭവിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 139 സങ്കീർത്തനം അതിൻ്റെ 7ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പാപബോധം വരുത്തുകയാണ്. ഞാൻ നിങ്ങളും ജന്മന പാപികളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപത്തിന് അടിമകളാണ്. 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിങ്ങളും ജന്മന പാപികളാണ്. പാപത്തിൽ ജനിച്ച വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും എന്ന് ചിന്തിക്കുക. അങ്ങനെ ജന്മന പാപം നമ്മുടെ ജീവിതത്തിലുണ്ട്. ജന്മന പാപികളായി ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ പാപത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുണ്ട്. നമ്മുടെ ദൃഷ്ടിയിലുണ്ട്, ചിന്താഗതികളിലുണ്ട്, സംഭാഷണത്തിലുണ്ട്, നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ നിഴൽ പോലെ പാപം നമ്മെ പിന്തുടരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പാപബോധം നമ്മിൽ ഉണർത്തുന്നത്. അതിനൊരു മകുട ഉദാഹരണം എന്ന് പറയുന്നത് ലൂക്കോസ് 19 കാണുന്ന സഖായിയുടെ ജീവിത പശ്ചാത്തലമാണ്. സഖായി നാളിതുവരെ ജീവിച്ചിരുന്ന ഒരു ജീവിത പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ സിൻസിയറായിരുന്നു, ആത്മാർത്ഥതയുള്ളവനായിരുന്നു. എന്താണ് സഖായി ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം? ചുങ്കം പിരിക്കുക, ജനത്തിൽ നിന്ന് നികുതി പിരിക്കുക. നികുതി പിരിച്ച് തനിക്ക് ഉപജീവനം തന്ന റോമൻ ഗവൺമെന്റിലേക്ക് ഈ നികുതിയെല്ലാം അടയ്ക്കുക. ഈ ഒരു ഉത്തരവാദിത്വമാണ് സഖായിക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖപക്ഷം നോക്കാതെ എല്ലാവരിൽ നിന്നും നിർബന്ധമായി സഖായി കരം പിരിക്കും. കരം പിരിച്ച് റോമൻ ഗവൺമെന്റിലേക്ക് കൊണ്ടടക്കും. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു അപകർഷത ബോധം ഉളവാക്കി. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ലോൺ എടുക്കാനായി ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യും. ലോൺ എടുക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ്. അതിൻ്റെ എല്ലാ പേപ്പർ വർക്കും വളരെ വേഗത്തിൽ ഓടി നടന്ന് ചെയ്ത് എങ്ങനെയെങ്കിലും ലോൺ ഒന്ന് സാങ്ഷനായി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ ലോണിൽ ഒരു വാഹനം എടുക്കാനാണെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നമ്മൾ വേഗത്തിൽ ക്ലിയറാക്കി ആ വാഹനം ഒന്ന് സ്വന്തമാക്കാനായി ശ്രമിക്കും. 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ് ആദ്യത്തെ ലോൺ അടയ്ക്കാനുള്ള ദിവസമായി വലിയ ബുദ്ധിമുട്ടില്ലാതെ, വലിയ കരച്ചിലില്ലാതെ നമ്മൾ കൊണ്ട് ലോൺ അടയ്ക്കും. 2ാമത്തെ മാസവും വലിയ ബുദ്ധിമുട്ടില്ലാതെ ലോൺ അടയ്ക്കും. പിന്നെ 3ാമത്തെ മാസമായപ്പോൾ നമുക്ക് കുറച്ച് സാമ്പത്തിക ഞെരുക്കം വന്നു. ലോൺ അടയ്ക്കാനുള്ള ദിവസമായി ലോൺ അടച്ചില്ല. നമ്മുടേതായ ലോൺ പെൻഡിങ് ആണ് എന്നറിഞ്ഞു. പിന്നെയും 1 മാസം കൂടെ കഴിഞ്ഞു. അന്ന് നമുക്ക് ലോൺ അടയ്ക്കാനായി സാധിച്ചില്ല. ലോൺ തന്ന വ്യക്തികൾ നമ്മെ ഫോണിൽ വിളിക്കാനായി തുടങ്ങി. നമുക്കതൊരു വേദനയായി മാറി. അവർ വീട്ടുമുറ്റത്ത് വന്നു നിൽക്കാനായി തുടങ്ങി. അത് നമുക്ക് മറ്റൊരു അരോചകരമായി മാറി. ഇതുപോലെ സഖായിയെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരു വേദന തോന്നുന്ന കാഴ്ചയാണ്. കാരണം സഖായി
ആവശ്യമുള്ള ലോണുകളെല്ലാം സാങ്ഷനാക്കി കൊടുക്കുകയാണ്. ആവശ്യമുള്ള സാമ്പത്തിക ലോണുകൾ എല്ലാം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. കൃത്യസമയമാകുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റാൾമെന്റ് സ്വീകരിക്കാനായി സക്കായി വരും. സക്കായിയെ കാണുമ്പോൾ ജനങ്ങളൊന്ന് മാറി നിൽക്കും. സക്കായിയെ കാണുമ്പോൾ ജനങ്ങൾ വേദനിപ്പിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകളൊക്കെ പറയും. എങ്കിലും സക്കായി താൻ ഏറ്റെടുത്ത കാര്യത്തിൽ ആത്മാർത്ഥതയോടെ പിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ്. അതുകൊണ്ട് സമൂഹത്തിൽ താരതമ്യേന അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി സക്കായി നിൽക്കുകയാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മറ്റ് രീതിയിലും സക്കായിയുടെ ജീവിതത്തിലുണ്ട്. സക്കായിയുടെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ സക്കായി താൻ ചെയ്യുന്നത് തെറ്റാണെന്നോ അതിനകത്ത് ചില കാപഠ്യമുണ്ടെന്നോ സക്കായി തിരിച്ചറിയുന്നില്ല. അഥവാ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും സക്കായി അതൊരു തെറ്റാണ് എന്ന് തിരിച്ചറിയാതെ സക്കായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനെ കാണാൻ സക്കായിക്ക് ഒരു ആഗ്രഹമുണ്ടായി. യേശു സക്കായി അടുത്തടുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ സക്കായി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതായ സമയം സക്കായിയുടെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. സക്കായി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കാം. ഇവിടെ പറയുന്നത് വളരെ വ്യക്തമാണ്. ഞാൻ ചതിവായി വാങ്ങി എന്നല്ല, എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ ഉപജീവന മാർഗമാണ്, എൻ്റെ സാമ്പത്തിക ക്രയവിക്രയമാണ്. ഈ ട്രാൻസാക്ഷനുള്ളിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പലപ്പോഴും നമുക്കറിയാം, സാമ്പത്തികം നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ചില തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, ചില കുറവുകൾ വരാൻ സാധ്യതകളുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും തലത്തിൽ ഞാൻ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടി മടക്കി കൊടുക്കാൻ തയ്യാറുള്ളവനാണ്. ഓർക്കുക, ഞാൻ തെറ്റായി ചെയ്തു എന്ന് സക്കായി പറയുന്നില്ല. സക്കായിയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചാൽ കാണുന്നത്, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല, അഥവാ സംഭവിച്ചെങ്കിൽ ഞാൻ 4 ഇരട്ടി വേണമെങ്കിലും മടക്കി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് സക്കായി ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നു? ദൈവ സാന്നിധ്യം പാപബോധം വരുത്തുകയാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോഴാണ് നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു നിസ്സാര കാര്യങ്ങളിൽ പോലും ചില ദൈവഹിതമില്ലാത്ത അവസ്ഥകൾ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുക. അതിനൊരു മറ്റു കൊച്ചുദാഹരണം ഞാൻ പറയട്ടെ. പപ്പയും അമ്മയും കാണപ്പെടുന്ന ദൈവങ്ങളാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. ദീർഘായുസ് ഉണ്ടാകാൻ പള്ളിയിൽ പോകണമെന്ന് വേദപുസ്തകം പറഞ്ഞില്ല. ദീർഘായുസ് ഉണ്ടാവാൻ മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞില്ല. പക്ഷെ വേദപുസ്തകം വ്യക്തമായി പറഞ്ഞു, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും ബഹുമാനിക്കണം. അത് വേദപുസ്തകത്തിൻ്റെ ഒരു കൽപ്പനയാണ്. എന്നാൽ ചില പ്രാവശ്യമെങ്കിലും നിസ്സാരമായി പപ്പ നമ്മോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യാറില്ല, അമ്മ പറയുന്ന കാര്യം നമ്മൾ ചെയ്യാറില്ല. നമ്മൾ അതൊന്നും വലിയ തെറ്റാണ് എന്ന് ചിന്തിക്കാതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കും. ഒരുപക്ഷെ പപ്പ പറയും, ഒരു സാധനം മേടിച്ചിട്ട് പോവാം, നമ്മളത് കേട്ടു, എങ്കിലും നമ്മളത് അനുസരിക്കുന്നില്ല. കുറച്ച് നേരം പഠിക്ക്, നമ്മൾ അനുസരിക്കുന്നില്ല. അല്ലെങ്കിൽ വീട്ടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്, നമ്മളത് കേട്ടിട്ടും അനുസരിക്കാതെ കേൾക്കാത്തവനെ പോലെ മാറിത്തിരിഞ്ഞൊക്കെ നടക്കും. നമ്മൾ ചിന്തിക്കും ഇതൊന്നും വലിയ പാപമൊന്നുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കാനായി തുടങ്ങുമ്പോൾ നമുക്ക് സക്കായിയെ പോലെ പറയേണ്ടി വരും, കർത്താവേ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നോട് പൊറുക്കണമേ. ഈ വിശുദ്ധ ദിവസം ഓർക്കുക, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഒരു വഴിത്തിരിവ്, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മിൽ ഒരു പാപബോധം ഉളവാക്കുകയാണ്. അത് സക്കായിയിൽ സംഭവിച്ചു, ഈ ദിവസത്തിൽ നമ്മിലും സംഭവിക്കണം. രണ്ടാമതായി, ദൈവ സാന്നിധ്യം നമ്മിൽ ഉണർത്തുന്ന മറ്റൊരു ദിശയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ പാപബോധവും മാനസാന്തരവും എന്ന് പറയുന്ന ഒന്നല്ല. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിന്, നമ്മുടെ ചിന്താഗതികൾക്കുണ്ടാകാനുള്ള ഒരു വ്യത്യാസമാണ്. നമുക്ക് എല്ലാ ആൾക്കാർക്കും ചില ചിന്താഗതികളുണ്ട്. ആ ചിന്താഗതികൾ മാറണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് പ്രെജുഡിസാണ്, മുൻവിധികളാണ്.
നമുക്ക് പലരെക്കുറിച്ചും പല മുൻവിധികളുണ്ട്. പല മക്കളെക്കുറിച്ച് നമുക്ക് മുൻവിധികളുണ്ട്. ഈ മുൻവിധി അതൊരു പാപചിന്തയാണ്. ഒരിക്കലും മുൻവിധിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കാര്യങ്ങൾ നോക്കിക്കാണാനായി പാടില്ല. ഇവിടെ മാനസാന്തരം സംഭവിക്കപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു സുഖാർ എന്ന പട്ടണത്തിലേക്ക് വരുമ്പോൾ ഒരു ശമര്യക്കാരി സ്ത്രീയെ കാണുകയാണ്. ഈ ശമര്യക്കാരി സ്ത്രീക്കുണ്ടായ മാനസാന്തരം, അവളുടെ ആറ്റിറ്റ്യൂഡിനുണ്ടായ ഒരു വ്യത്യാസം ആരാധനയുടെ ഭാഗത്തിലാണ്. ദൈവവുമായുള്ള സംഭാഷണം ഇങ്ങനെ അനസ്യൂതം മുന്നോട്ട് തുടരുകയാണ്. അനസ്യൂതം മുന്നോട്ട് തുടരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ ശമര്യക്കാരി സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ കാലാകാലങ്ങളിലായി തലമുറയായി ആരാധിച്ചു വരുന്നത് ഈ മലയിലാണ്. അവളുടെ മനസ്സിനകത്തുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് പ്രകൃതി ആരാധനയുടെ ഒരു അനുഭവമായി അവൾ വരികയാണ്. അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്തിൽ കേന്ദ്രീകൃതമാണ് എന്ന ഒരു ചിന്താഗതി അവളുടെ മനസ്സിനെ വല്ലാതെ ഭരിക്കുന്നു. ആ ചിന്താഗതി അവൾ ദൈവവുമായി പങ്കിടുകയാണ്. അപ്പോഴാണ് യേശുക്രിസ്തു പറയുന്നത്, ആരാധിക്കാനുള്ളത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല. സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇത് അവളുടെ ചിന്താഗതിക്ക് ഒരു വ്യത്യാസം വരും. പലപ്പോഴും മാനസാന്തരം എന്നതുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് പാപമേറ്റു പറയുന്ന ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം എന്നതാണ് മാനസാന്തരം. അതല്ല. നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന് ഉണ്ടാകാനുള്ള ഒരു വ്യതിയാനമാണ് മാനസാന്തരം എന്ന് ഓർക്കുക. മനസ്സിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകണം. നമ്മുടെ ദീർഘവീക്ഷണങ്ങൾക്ക് ചില വ്യത്യാസങ്ങളുണ്ടാകണം. പലപ്പോഴും നാം തന്നെ നമ്മുടെ മക്കളെക്കുറിച്ച് പറയും, നീയൊന്നും പഠിച്ചിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. ഇതൊരു മുൻവിധിയാണ്. ഈ ഒരു മുൻവിധി നമ്മുടെ ചിന്തായുടെ ഒരു ബഹിസ്ഫുരണമാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. ലോകം കീഴ്മേൽ മറിച്ച ഉന്നതന്മാരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ വളരെ പരാജയം, സീറോയായി. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ധാരാളം പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ കഴിവുകളെ ഒന്ന് തിരിച്ചറിയാൻ അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ ഒരിക്കലും പിള്ളേരെ ആക്ഷേപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരരുത്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നാം നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലാതെ നിരുത്സാഹത്തിൻ്റെ ഒരു വാക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയരുത്. അത് അവരുടേതായ ജീവിതത്തിൽ നാം അറിയാതെ അവരിൽ ജനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം. എനിക്ക് കഴിവില്ല എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിനകത്തേക്ക് വരും. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ നമ്മുടെ പിള്ളേരെ വിടരുത്. നിനക്ക് കഴിയും, പാടാൻ കഴിയും, പ്രസംഗിക്കാൻ കഴിയും, നന്നായിട്ട് വേദപുസ്തകം വായിക്കാൻ കഴിയും എന്ന് അവർ വായിക്കുമ്പോൾ തെറ്റ് വരുമ്പോൾ തന്നെ പറയണം, നിനക്ക് തെറ്റുകൂടാതെ വായിക്കാൻ കഴിയും, നീ വായിച്ചു നോക്കിയാൽ മതി. പ്രിയ വിശ്വാസികളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഒരു വഴിത്തിരിവായി കാണുന്നത് മാനസാന്തരമാണ്. ശമര്യക്കാരത്തെ സ്ത്രീക്ക് അവളുടെ ചിന്താഗതിക്ക് ഒരു വലിയ വ്യത്യാസം വന്നു. ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് എന്ന ഒരു ചിന്ത അവളുടെ മനസ്സിനകത്തുണ്ടായി. ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പാപബോധം ഉണർത്തുകയാണ്. രണ്ട്, ദൈവ സാന്നിധ്യം നമ്മിൽ മാനസാന്തരം സൃഷ്ടിക്കുകയാണ്. മൂന്നാമതായി 31-ാം സങ്കീർത്തനം 10-ാം വാക്യം, ദൈവ സാന്നിധ്യം നമ്മെ ഒരു പ്രതിഷ്ഠയിലേക്ക് വഴി നടത്തുകയാണ്. ദൈവ സാന്നിധ്യം നമ്മെ ഒരു പ്രതിഷ്ഠാ ജീവിതത്തിലേക്ക്, ഒരു ഡെഡിക്കേഷനിലേക്ക് വഴി നടത്തുകയാണ്. ഈ പ്രതിഷ്ഠ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരുടെ അരികിലാണ്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരുടെ അരികിലേക്ക് ക്രിസ്തുദേവൻ ചെല്ലുകയാണ്. യേശു അവരുടെ അരികിലേക്ക് ചെല്ലുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാർ തിരിച്ചറിയുന്നു. ആ ഒരു അനുഭവത്തിൽ മീൻപിടുത്തക്കാരായ വെറും മത്സ്യബന്ധന തൊഴിലാളികളായിരുന്ന, കടലിൻ്റെ മക്കളെന്ന് അറിയപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തികൾ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ വള്ളവും വലയും ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നവരല്ല മനുഷ്യരെ പിടിക്കുന്നവരാണ്.
അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതിഷ്ഠയുണ്ടായി. അവർ വള്ളവും വലിയ ഉപേക്ഷിച്ചു ക്രിസ്തുനാഥന്റെ പിന്നിലൂടെ യാത്ര ചെയ്യുകയാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പുതിയ തീരുമാനത്തിലേക്ക് വരാനായി സാധിക്കും. പലപ്പോഴും പല വ്യക്തികൾക്കും യേശു പരസ്യ ശുശ്രൂഷയിൽ സൗഖ്യം കൊടുത്തു. അങ്ങനെ സൗഖ്യം ലഭിച്ച പല ആൾക്കാരും വേദപുസ്തകത്തിൽ കാണുന്നു, അവർ നടന്നും തുള്ളിയും കർത്താവിനെ മഹിമപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. നാം ദൈവസന്നിധിയിൽ സ്വയം പ്രതിഷ്ഠിക്കണം. ഓരോ ആരാധനയിലും സ്വയം പ്രതിഷ്ഠിക്കാനായി കഴിയണം. ആ പ്രതിഷ്ഠ ഇങ്ങനെയാകണം: ഇനി ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തു അത്രേ. ഞാൻ ജീവിക്കുന്നിടത്തോളം നാളിൽ കർത്താവിന് വേണ്ടി ജീവിക്കും എന്ന് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ആരാധന നമ്മെ പ്രതിഷ്ഠയിലേക്ക് വഴി നടത്തുകയാണ്. ഏറ്റവും അവസാനമായി ദൈവ സാന്നിധ്യം നമ്മിൽ നൽകുന്നത് ഒരു ശാന്തതയുടെ അനുഭവമാണ്. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് തിരമാല പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇളകി മറിയുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെ മനസ്സിനകത്തും ധാരാളം പ്രശ്നങ്ങളുണ്ട്, ചിന്തകളിൽ പ്രയാസങ്ങളുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിലും ശാന്തത നൽകാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യത്തിന് മാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. പ്രശ്നസങ്കീർണമായ ഈ ലോകത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കാറുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ, സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ ജില്ല കനത്ത ജാഗ്രതയിലാണ്. തിരുവനന്തപുരം ഒരു കനത്ത ജാഗ്രതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കാർക്കും സന്തോഷിക്കാൻ ഒന്നുമില്ല. നമ്മുടെ മനസ്സിനകത്ത് പൊള്ളിക്കുന്ന ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ദിവസം കഴിയുന്തോറും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അവർക്ക് എവിടെ നിന്നാണ് അസുഖം വന്നു എന്ന് യാതൊരു കാരണങ്ങളും അവസരങ്ങളും മനസ്സിലാക്കാനായി കഴിയുന്നില്ല. എവിടെ നിന്ന് അവർക്ക് അസുഖം പിടിക്കപ്പെട്ടു? ഒരു വലിയ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ കോവിഡ് അത് പടരുകയാണ്, ദേശത്തിലേക്ക് വരികയാണ്, രാജ്യത്തിൽ നിന്ന് രാജ്യത്തിലേക്ക് വരികയാണ്. അടുത്ത ഞായറാഴ്ച നമ്മൾ ചിന്തിക്കുന്നത് മഹാമാരി, അത് വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളതാണ്. ഈ ഒരു കോവിഡിനെ കുറിച്ച് മഹാമാരിയാണ് എന്ന് നമ്മളെല്ലാവരും പറയുമ്പോൾ ഈ മഹാമാരിയെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, മഹാമാരിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. മഹാമാരി ഒരു രാജ്യത്തിൽ നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് പോകുമെന്ന് പഴയ നിയമത്തിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അത് രാജ്യത്തിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകുമെന്നും മഹാമാരിയുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഒരുമിച്ചിരിക്കരുത് എന്നും വേദപുസ്തകത്തിനകത്തുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ഞായറാഴ്ച വേദപുസ്തകത്തിലൂടെ ചിന്തിക്കുക. എല്ലാവർക്കും എഴുന്നേൽക്കാം, നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22-ാം പുറം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കും. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മുഴക്കാലുകൾ മുടക്കാം. എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ നല്ല കൂട്ടായ്മയ്ക്കായി നദിയോടെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി അടിയങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവാലയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഇന്നേ ദിവസത്തെ പ്രഭാത ആരാധനയിൽ ആലയത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്ന് 10 മണിക്ക് നടക്കാനുള്ള ആരാധന അവിടുന്ന് അനുഗ്രഹിക്കണമേ. കടന്നു വരുവാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. തിരുവാലയത്തിൽ അടികൾ ചെലവഴിക്കുന്ന ചില നിമിഷങ്ങൾ അടികളുടെ ജീവിതത്തിൽ കുളിർമയേകുവാൻ, ധൈര്യം പകരുവാൻ ദൈവം കൃപ ചെയ്യണമേ. അടികളുടെ ആലയത്തിൽ നിന്ന് വിദേശത്ത് കടന്നു പോയിരിക്കുന്ന കർത്താവ് കുടുംബമായി വ്യക്തിഗതമായി താമസിക്കുന്ന എല്ലാവരെയും അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ സുരക്ഷിതമായി കാണപ്പെടുവാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ പ്രിയ മക്കളെ അവിടുന്ന് വഹിച്ചു കൊള്ളണമേ. മറ്റ് സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമായി കർത്താവെ താമസിക്കുന്ന ഇടവക വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്വാറന്റൈനിൽ കഴിയുന്ന ഇടവക വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വല്ലഭൃതമുള്ള സാന്നിധ്യം അധികമായി അനുഭവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. വാർദ്ധക്യത്തിലെ പിതാക്കന്മാർക്കായി, അമ്മമാർക്കായി, മധ്യവയസ്കർക്കായി, കുഞ്ഞുങ്ങൾക്കായി, യുവതിവാക്കൾക്കായി, ഗർഭിണികൾക്കായി, രോഗികളായി, ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സുരക്ഷിതമായി കാണപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. COVID-19 എന്ന മഹാമാരി ഈ ദേശത്തെ തൊടാതെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവാലയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ ഭവനങ്ങളിലും ഈ പ്രതിസന്ധിയുടേതായ അലയടിക്കാതെ ആത്മാവിന്റെ ശക്തിയാൽ ഓരോ ദിവസം അവിടുന്ന് വഴി നടത്തി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് കർത്താവെ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന എല്ലാ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കപ്യാർക്കായി സ്തോത്രം. കർത്താവെ ഇന്നത്തെ ആരാധനയ്ക്ക് ഓർഗൻ വായിക്കുന്ന മാറ്റിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി ഇടവക കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ ദൈവം നൽകിയ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആലയത്തിൽ വന്ന് മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. വരുന്ന ഞായറാഴ്ചയിൽ താല്പര്യമായ ഞങ്ങൾക്ക് ആലയത്തിൽ വരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആരാധനയ്ക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടു പോകാതെ ആ സാഹചര്യങ്ങളെല്ലാം ആരാധനയ്ക്ക് അനുകൂലമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ചില ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇതുമനേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമീൻ. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടും. ആ സമയം ആർക്കെങ്കിലും കാണിക്കകളോ നേർച്ചകളോ വയ്ക്കാനുണ്ടെങ്കിൽ മേശമേൽ കൊണ്ട് വയ്ക്കാവുന്നതാണ്. 212 പാട്ട്. Yeah.
അർപ്പിച്ചിരിക്കുന്ന പേരുകളെ വായിക്കുന്നു. മിസ്റ്റർ സൈമൺ ആൻഡ് ഫാമിലി PS പവൻ, ജോയൽ കോമനത്തുള്ള, കെ ലളിത റജി നിവാസ്, സജു സജു പവൻ, അനീഷ് KS ആൻഡ് ഫാമിലി AR പവൻ, ജിബിൻദാസ് ആൻഡ് ആനി ജിബിൻ സിയോൻ ഹൗസ്, അജിത PL അമ്പ്രക്കരക്കാട്. നാട്ടിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് പ്രത്യേക നേർച്ച. ശ്രീ ഫിറോഷ് കമ്പ്രക്കരക്കാട്, സുരേഷ് കുമാർ ആൻഡ് ഫാമിലി SS പവൻ. ജന്മദിന സ്തോത്രം സമർപ്പിച്ചിരിക്കുന്ന മിസ്സസ് രാജേശ്വരി മണ്ണറയ്ക്കലുള്ള, ഷൈനി SN സജു പവൻ, സജു സജു പവൻ, അജിത PL കമ്പ്രക്കരക്കാട്, പി ഫിറോഷ് കമ്പ്രക്കരക്കാട്, ഹെലൻ റാണി കമ്പ്രക്കരക്കാട്, അനീഷ് KS AR പവൻ, സിന്ധു ബാബുരാജ് ഒമാൻ ഹൗസ്. പൂവർ ഫണ്ടിലേക്കായി ബേബി ടീച്ചർ ആൻഡ് ഫാമിലി MB സദനം, മിഷണറി സ്തോത്രം ബേബി ടീച്ചർ ആൻഡ് ഫാമിലി MB സദനം. മിഷണറി ഫണ്ടിലേക്ക് കെ പാലയൻ ആൻഡ് ഫാമിലി കമ്പ്രക്കരക്കാട്. അധ്യയന വർഷ സ്തോത്ര കാഴ്ച അർപ്പിച്ചിരിക്കുന്നത് ആൽഫി AR പവൻ, സോന BS ഒമാൻ ഹൗസ്. നോമ്പ് സ്തോത്ര കാഴ്ച ശ്രീ പാലയൻ K കമ്പ്രക്കരക്കാട്. മാസവരി സ്തോത്രം സജു ആൻഡ് ഫാമിലി സജു പവൻ, അനീഷ് KS ആൻഡ് ഫാമിലി AR പവൻ. എല്ലാ നേർച്ച കാഴ്ചകളും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ലഭിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ കരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാസവരി സ്തോത്രം സമർപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു മാസക്കാലം ദൈവം നടത്തിയതിൻ്റെ നന്ദി സൂചകമായി ഉറപ്പിച്ചിരിക്കുന്ന മാസ സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വല്ലപ്പെട്ടമുള്ള സാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കണം. വിദേശത്തായിരുന്നു നാട്ടിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രാർപ്പിച്ചിരുന്ന ഫിറോഷിനെ ഓർക്കുന്നു. കൃപയാലോടുന്ന് വഴി നടക്കുന്നത് പ്രത്യേക നേർച്ചകൾ അർപ്പിച്ച എല്ലാവരെയും അത് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജന്മദിന സ്തോത്ര കാഴ്ചകൾ, കർത്താവെ നോമ്പാരാധനയുടെ സ്തോത്ര കാഴ്ചകൾ, അധ്യയന വർഷ സ്തോത്ര കാഴ്ചകൾ ഒക്കെ അർപ്പിച്ച എല്ലാ ജനത്തെ അനുഗ്രഹിക്കണമേ. പൂർ ഫണ്ടിലേക്കായി മിഷണറി പ്രവർത്തനങ്ങൾക്കായും അർപ്പിച്ച അർപ്പണങ്ങളെയും മറ്റ് കർത്താവ് മേശമേൽ സ്തോത്ര കാഴ്ചയും അവിടെ അനുഗ്രഹിക്കണമേ. ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ വേർതിരിക്കുമ്പോൾ നൽകിയ കരങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവർ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പരസ്യങ്ങളായി അറിയിക്കുന്ന കാര്യങ്ങൾ. ഈ ആഴ്ചയിൽ ജന്മനാൾ ആഘോഷിക്കുന്നവർ മിസ്സസ് അനിൽകുമാർ DS ജ്യോതിസ്, അനുഗ്രഹ SA അനുഗ്രഹ ഭവൻ, അമ്പിളി A പൂവങ്കവിള, സീനാരാജ് R രാജ്ഭവൻ, പിങ്കി SS MB സദനം, നേത്ര TT കോട്ടേജ്. വിവാഹ വാർഷികം ഓർക്കുന്നത് മിസ്റ്റർ മിസ്സിസ് തങ്കരാജൻ ആൻഡ് ദാസമ്മ കൊമരത്തുവിള, മിസ്റ്റർ മിസ്സിസ് പ്രദീപ് ആൻഡ് വിനയ PS ഭവൻ. നിങ്ങൾക്ക് സഭയുടെ എല്ലാ ഭാവുകങ്ങളും നന്മകളും നേടുകയും ചെയ്യും. സമാപന പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥന. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ജീവനുടേവനായ ദൈവമേ, പരിശുദ്ധ കർത്താവ്, 2020 വർഷം 6-ാം മാസത്തിൻ്റെ 21-ാം തീയതി തിങ്കളാഴ്ച ഞായറാഴ്ച അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാൻ അവിടെ നടിയങ്ങളെ ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. ആദ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഓരോ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. ഔദ്യോഗിക ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. കർത്താവെ, താൽക്കാലിക ജീവനക്കാരായി സേവനമനുഷ്ഠിക്കുന്നവരുണ്ട്. കുടുംബിനികളായിട്ടുള്ളവരുണ്ട്. പിതാക്കന്മാരുണ്ട്. കൊച്ചുമക്കളുണ്ട്. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. അടുത്ത ആരാധനയ്ക്കായി ഒരുങ്ങുവാൻ അടിയങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണം. ഇത്രത്തോളം ആരാധന സ്വാതന്ത്ര്യം അടിയങ്ങൾക്ക് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും ഇന്നേ ദിവസം തന്നല്ലോ, അതിനായി സ്തുതിക്കുന്നു. വരുന്ന ഒരാഴ്ച കാലഘട്ടം അടിയങ്ങളെല്ലാവരെയും ക്ഷേമകരമായി അവിടെ നിന്ന് വഴി നടത്തുന്നു. ആർക്കും യാതൊരു അനർത്ഥങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ വരാതെ ഉള്ളങ്കരത്തിൽ വഹിച്ച് അവിടുന്ന് പരിപാലിക്കണം. അടിയങ്ങളുടെ ദൈവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കും. സുരക്ഷിതമായി പരിപാലിക്കണം. ദൈവാലയവും പരിസരവും, അടിയങ്ങളുടെ ഭവനവും പരിസരവും
ദൈവകൃപ കൊണ്ട് അവിടുന്ന് മൂടി കാത്തു സൂക്ഷിക്കണമേ. യോബിന്റെ സകല സമ്പാദ്യത്തെയും അവിടുന്ന് കോട്ട കെട്ടി പരിപാലിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ പ്രത്യേക സംരക്ഷണ കവചം അടിയങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകപരമായി അടിയങ്ങൾ കർത്താവിനെ രോഗ അണുക്കളെ പ്രതിരോധിക്കാൻ മാസ്ക് ധരിക്കുന്നുണ്ട്. സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ മാക്സിമം അടിയങ്ങൾ അനുസരിക്കുന്നുണ്ട്. എങ്കിലും അടിയങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് അവിടുത്തെ ദയ ഒന്ന് മാത്രമാണ് എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ സംരക്ഷണയ്ക്കായി, അവിടുത്തെ മനസ്സലിവിനായി അടിയങ്ങളെ തന്നെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ അടിയങ്ങളെ പരിപാലിക്കണമോ, ശക്തീകരിക്കണമോ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും നമ്മോടും നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടും സദാസമയം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.